പെരുമ്പാവൂർ നഗരസഭാ സാരഥികൾക്ക് വ്യാപാരികളുടെ നേതൃത്വത്തിൽ സ്വീകരണം. വ്യാപാര ഭവൻ ഹാളിൽ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും വ്യാപാരികൾക്കിടയിലെ പ്രബല സംഘടനയായ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പെരുമ്പാവൂർ നഗരത്തെ സാരമായി ബാധിക്കുന്ന ഗതാഗതക്കുരുക്ക്, നമ്മുടെ നാടിനെ ബാധിക്കുന്ന ലഹരി ഉപയോഗം, വ്യാപാര മേഖലയെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ എന്നിവ നേരിട്ട് അറിയിക്കുന്നതിനും വ്യാപാരികളുടെ സഹകരണം ഭരണസമിതിക്ക് വാഗ്ദാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങുകൾക്ക് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പെരുമ്പാവൂരിലെ 29 ചെയർമാൻ അടക്കമുള്ള എല്ലാ കൗൺസിലേഴ്സിനും സ്വീകരണം പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ ഇന്ന് വ്യാപാര ഭവനിൽ വെച്ച് നൽകുകയുണ്ടായി. കഴിഞ്ഞ കാലം അത്രയും മർച്ചന്റ് അസോസിയേഷനായിട്ട് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി. ഇപ്പോൾ പുതുതായിട്ട് ജയിച്ചു വന്ന എല്ലാവർക്കും ഞങ്ങളൊരു സ്വീകരണം നൽകിയപ്പോൾ പെരുമ്പാവൂർ വ്യാപാര മേഖലയിൽ നിന്നും എന്നും മുനിസിപ്പാലിറ്റിക്ക് പൂർണ്ണ സപ്പോർട്ടും സഹകരണവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഇന്ന് പെരുമ്പാവൂരിൽ നമുക്കറിയാം, ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിരിക്കുന്ന വലിയൊരു സമൂഹം, ട്രാഫിക് മേഖല എന്നുവേണ്ട ഏത് മേഖലയിലാണ് വ്യാപാരികളെ കൊണ്ട് ആവശ്യമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ രീതിയിൽ തന്നെ പൂർണ്ണമായ എല്ലാ സപ്പോർട്ടും സഹകരണം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ വ്യാപാരികൾ മുനിസിപ്പൽ അധികൃതർക്ക് ഇന്ന് അറിയിക്കുകയുണ്ടായി. നിർധന രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പാവൂരിലെ വ്യാപാരികളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ചാരിറ്റി ബോക്സുകളുടെ വിതരണ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു. അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും. വ്യാപാരികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു ഓഫീസാണ് മുനിസിപ്പൽ ഓഫീസ്. അവിടെ പല കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഒരുപാട് താമസം വരുന്ന ഒരു കീഴ്വഴക്കമുണ്ട് എന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ ഓർമ്മ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ എനിക്കുണ്ടായൊരു അനുഭവം, ടൗണിൽ ഒരുപാട് മുറികൾ അടഞ്ഞെടുക്കുകയാണ്. മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് ഒക്കെ തന്നുകൊണ്ട് അത് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസിന് അപേക്ഷ തരുമ്പോൾ 1.5 മാസം 1.25 മാസമൊക്കെ താമസിച്ചത് എത്ര ഉണ്ടായിട്ടുണ്ട്. ഈ വാടക അഡ്വാൻസ് തന്നയാള് ആ മുറി വേണ്ട എന്ന് പറയും പോകാൻ സാധിക്കും. ഒന്നാലോചിച്ചു, മലപ്പുറത്തുനിന്ന് വന്നൊരു പാർട്ടിയാണ്, വലിയ വിഷമമുണ്ടായി. ഈ അഡ്വാൻസ് കാശ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. തികച്ചും ഈ ലൈസൻസ് തരാൻ എടുത്ത കാലതാമസമാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പേഴ്സിൻ്റെയൊക്കെ കൗൺസിലർമാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഫീൽഡ് ബിൽഡിംഗ് ടാക്സാണ്, ഒപ്പം തന്നെ ലൈസൻസിനുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ കൂടി ഒന്ന് സുതാര്യമാക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അവർക്ക് തന്നെ തുടർ ഭരണം കിട്ടിയിരിക്കുകയാണ്. പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ VP നൌഷാദ്, EP ജെയിംസ്, TT രാജൻ, CM സേതു മുഹമ്മദ്, P മനോഹരൻ, CK അബ്ദുള്ള, MP പൗലോസ്, EC മധു, മായ ജേക്കബ്, S ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെരുമ്പാവൂർ നഗരസഭ പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷനുമായി ഓരോട് തോന്നുന്നതാണ് പ്രവർത്തിച്ച് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. വ്യാപാരികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നഗരസഭയെ സമീപിക്കുകയും നഗരസഭ അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും അവർക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ലൈസൻസുമായി പുതുതായി ബന്ധപ്പെട്ട സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നഗരസഭയെ സഹകരിച്ചുകൊണ്ട് ഈ വ്യാപാരി വ്യവസായി ബോർഡിൽ നിന്ന് വെച്ചുകൊണ്ട് അവർക്ക് ലൈസൻസ് പുതുക്കുന്ന നടപടി നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ GST വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും വ്യാപാരി വ്യവസായികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് നഗരസഭയുടെ ഭാഗത്തും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തിന് ജനപ്രതിനിധികൾ നന്ദിയും രേഖപ്പെടുത്തി. എല്ലാ നഗരസഭയുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ
നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എങ്ങനെ നഗരസഭയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീർച്ചയായും നമ്മുടെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവുന്നതാണ്. മുന്നോട്ട് എല്ലാ സഹകരണങ്ങളും എല്ലാവരെയും ഭാഗത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.